നമസ്കാരം. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞിരുന്നു, കഴിഞ്ഞ വീഡിയോയിൽ ഐ എം വെരി എക്സൈറ്റഡ്, നിഫ്റ്റി വളരെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുള്ളത്. ഒരാഴ്ച കഴിഞ്ഞു, അടിപൊളിയായിരുന്നു, ഗംഭീരമായിരുന്നു, യാതൊരു കുഴപ്പമില്ല. അപ്പം ഇനി വരുന്ന ആഴ്ച ഇതിനേക്കാൾ നല്ല രീതിയിലായിരിക്കും. കഴിഞ്ഞ ആഴ്ച മാർക്കറ്റ് ട്രേഡ് ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ അറിയാൻ പറ്റുമായിരുന്നു, വളരെ ചലഞ്ചിങ് ആയിട്ടുള്ളൊരു മാർക്കറ്റായിരുന്നു. പക്ഷെ നമ്മളെ സംബന്ധിച്ച് നമ്മൾ എന്താ പറയുക, ആ മാർക്കറ്റിൻ്റെ ഓരോ സ്പന്ദനങ്ങളും ശരിക്കും ഇങ്ങനെ അറിഞ്ഞുകൊണ്ട് പോയാന്നറിയില്ലേ. വെരി മച്ച് എക്സൈറ്റഡ്. ഗംഭീര എക്സ്പീരിയൻസ് ആയിരുന്നു. ഇനി അത് മുന്നോട്ട് പോകും തോറും അത് കൂടിക്കൊണ്ടിരിക്കും. സോ പറയാൻ മക്കളില്ല. ഇപ്പം ഞാൻ ആലോചിക്കുമ്പോൾ, കഴിഞ്ഞു പോയ 1 year ഞാൻ ഇപ്പം ആലോചിക്കുമ്പോൾ ഐ എം സോ ബ്ലെസ്ഡ്. നമ്മൾ പല മോട്ടിവേഷണൽ കോട്ട്സിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതായത് ഒരു പ്രശ്നം വരുമ്പോൾ അത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്, അത് നിങ്ങളെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട് പടച്ചതമ്പുരാൻ തരുന്നൊരു പരീക്ഷണം എന്നൊക്കെ പറഞ്ഞിട്ട് കോട്ട്സ് കാണും. ആ കോട്ട്സൊക്കെ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് നല്ല സില്ലിയായിട്ട് തോന്നും, ജസ്റ്റ് കോട്ട്സ് അല്ലേ. പക്ഷെ ഇപ്പം ആ കോട്ട്സ് ഞാൻ കാണുമ്പോൾ ദാറ്റ്സ് മൈ ലൈഫ്. കാരണം ഞാനിപ്പോൾ ഇരിക്കുന്ന പൊസിഷൻ ഇൻ നോളജ് ബേസിസ്, എസ്പെഷ്യലി ഓൺ ഓപ്ഷൻസ് ഓൺ നിഫ്റ്റി, ഒരുപാട് ഞാൻ എന്തായിരുന്നു കഴിഞ്ഞ സമയങ്ങളിൽ അതിൻ്റെ ഐ ഡോണ്ട് നോ ഹൗ മച്ച് ഫോൾ ദാറ്റ് ഹാപ്പൻ. അത്രയധികം ഇൻഫർമേഷൻ. അതിങ്ങനെ എന്താ പറയുക, ഇങ്ങനെ മുകളിൽ നിന്ന് ടാപ്പ് തുറന്നിട്ട് ഇങ്ങനെയൊക്കെ തരില്ലേ, ലൈക്ക് ദാറ്റ്. അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഗ്രേറ്റ് എക്സ്പീരിയൻസ്. അതിൻ്റെ റിസൾട്ടാണ് ഇന്ന് നമ്മൾ ഇത്രയും ഹാപ്പി പറയുമ്പോൾ. മാർക്കറ്റ് ഇത്രയും മോശം സിറ്റുവേഷൻ, ആകെ ബഹളം, അൺറെസ്റ്റ്, അവിടെ ഇവിടെയൊക്കെ പ്രശ്നമാണ്, മാക്രോ ആകെ പ്രോബ്ലമാണ്. സ്റ്റിൽ ടെൻഷൻ എന്ന് പറയുന്ന സാധനം പെർസെൻറ്റേജ് ഇല്ല. ഒരു ട്രേഡ് എടുക്കുമ്പോൾ വ്യക്തമായിട്ടറിയാം വാട്ട്സ് ഗോയിങ് ടു ഹാപ്പൻ. ഓക്കെ, വി ആർ ഗോയിങ് ഫോർ എ PE. ഈ നമ്പർ ഇപ്പോൾ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ നമ്പർ ബ്രേക്ക് ചെയ്താൽ ഈ നമ്പർ ബ്രേക്ക് ആവും. ആസ് ലോങ് ആസ് ദാറ്റ് ഹാപ്പൻസ് ദെയർ, ഓക്കെ, ദിസ് ഈസ് ഓക്കെ. അപ്പം നമ്മൾ വ്യക്തമായിട്ട് വിസിബിലിറ്റിയിൽ നിൽക്കണേ. സ്റ്റോപ്പ് അടിക്കുകയാണെങ്കിൽ എന്തുകൊണ്ട് അടിക്കും? ഒരു നമ്പർ എടുക്കുമ്പോൾ സ്റ്റോപ്പ് അടിക്കുമോ, സ്റ്റോപ്പിൻ്റെ അടുത്തേക്ക് വരുമോ, സ്റ്റോപ്പ് അടിക്കാനുള്ള സാധ്യത ഉണ്ടോ? അപ്പം അവിടെ ഉണ്ടാകുന്നൊരു പ്രശ്നം, ഈ ഓവർ അനാലിസിസ് നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾക്ക് ഉണ്ടാകുന്നൊരു പ്രശ്നം, നമ്മളെ ഡിസിഷൻ എടുക്കാൻ നമുക്ക് പറ്റില്ല, പേടിയാവും. അതിനൊരു പേര് പറയും, ഒരു പാരാലിസിസ് ആവെന്ന് പറയും. അനാലിസിസ് പാരാലിസിസോ അങ്ങനെ എന്തോ ആണ് അതിൻ്റെ പേര്. അത് നോക്കിയാൽ മനസ്സിലാവും, എനിക്കറിയില്ല അതിനെ കുറിച്ചിട്ട്. അങ്ങനെ എന്തോ ആണ്, സംതിങ് സിമിലർ ടു ദാറ്റ്. അപ്പോൾ നമുക്കെല്ലാം അറിയാം. അപ്പോൾ നമ്മളോട് അയ്യോ ഇതങ്ങനെ വന്ന ഇതിങ്ങനെ വന്ന, അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പല ആളും പറയുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് പറയാൻ കാരണം, എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് ആദ്യം, നിനക്കൊന്നും ചെയ്യാൻ പറ്റാത്ത പേടിച്ചിട്ടാണോ? കാരണം അവർ പറഞ്ഞത് ട്രേഡിംഗ് അല്ലേ, ലോസ് ഈസ് എ പാർട്ട് ആൻഡ് പാർസൽ ഓഫ് ദ ബിസിനസ്. അപ്പോൾ നമ്മൾ ചെയ്തേ പറ്റൂ, ആക്സെപ്റ്റ് ദ ലോസസ്. ഇപ്പം അത് നമ്മുടെ രീതിക്ക് കറക്റ്റ് ആണെങ്കിൽ ഓഫ് കോഴ്സ് വി വിൽ മേക്ക് ദ പ്രോഫിറ്റ്സ്. സോ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഓഫ്സെറ്റ് ചെയ്യുമ്പോൾ മീൻസ് മന്തിൻ്റെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അത് പ്ലസ്സിൽ പോവും. സോ ഡോണ്ട് വറി. ഞാൻ ആ ഫിലോസഫി സബ്സ്ക്രൈബ് ചെയ്തില്ല. ഞാൻ പറഞ്ഞു ഐ നീഡ് സം ടൈം, എനിക്ക് സമയം വേണം. നിങ്ങൾക്ക് തിരക്കുണ്ടെങ്കിൽ സ്റ്റോപ്പ് ചെയ്തേക്ക്, എനിക്ക് പറ്റില്ല. അപ്പോൾ അവരുടെ അടുത്ത് പറഞ്ഞേ, നോ ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ എന്തീ പറയുന്നത്, മണ്ടത്തര പറയുന്നത്, മാർക്കറ്റ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമോ എന്നൊക്കെ ചോദിച്ചു. എനിക്കൊരു ബ്ലൈൻഡ് ആയിട്ടൊരു വിശ്വാസം ഉണ്ടായിരുന്നു, ഐ ക്യാൻ. കാരണം പാസ്റ്റിൽ എനിക്ക് പറ്റിയിട്ടുണ്ട്. സോ ഐ ക്യാൻ ദാറ്റ്. ഞാൻ ഒരുപാട് ശ്രമിച്ചു. ഫൈനലി ഐ മേഡ് ഇറ്റ്. അപ്പോൾ അവിടെ ഉണ്ടാകുന്നൊരു പ്രശ്നം, ഈ ആള് പറഞ്ഞ മാതിരി നമ്മളെല്ലാം അറിയുമ്പോൾ നമുക്ക് അങ്ങോട്ട് ഭയം അല്ലെങ്കിൽ ഒരു പേടി അല്ലെങ്കിൽ ഇത് അടിക്കുമോ സ്റ്റോപ്പ് അടിക്കുമോ
അങ്ങനെയൊക്കെ തോന്നും. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അറിഞ്ഞ നമ്മൾ ഇസ് എ പേഴ്സൺ എ, ചെയ്യുന്ന നമ്മൾ ഇസ് എ പേഴ്സൺ ബി. പേഴ്സണയ്ക്ക് കാര്യങ്ങൾ അറിയാം, പേഴ്സൺ ബി ഇസ് ദ പേഴ്സൺ ഹു ഹാസ് ദ കറേജ് ടു ഡു ദാറ്റ്. മനസ്സിലായില്ലേ? പേഴ്സണെ അനാലിസിസിൽ പുലിയ, പേഴ്സൺ ബിയോ എന്തു വന്നാലും ഐ വിൽ മൂവ് ഫോർവേഡ്, നോക്കാം നമുക്ക്. ദാറ്റ്സ് ആറ്റിറ്റ്യൂഡ് ഓഫ് ദ പേഴ്സൺ ബി. അപ്പൊ ഈ പേഴ്സൺ എയും പേഴ്സൺ ബിയും കമ്പൈൻ ചെയ്തിട്ട് ഒരു പേഴ്സൺ സി ആവണം നമ്മൾ. എന്നാൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. സിമ്പിൾ. മനസ്സിലായില്ലേ? പേഴ്സൺ എ സംബന്ധിച്ച് അനാലിസിസിൽ നമ്മൾ 100% ഉണ്ടാവുന്ന പ്രശ്നം ബ്ലോക്ക് ഉണ്ടാവും, സ്വാഭാവികം. പേഴ്സൺ ബി, ഈ പാട്ട വണ്ടി നമ്മൾ 220, 230 വരെയൊക്കെ ചവിട്ടി പിടിച്ച് പോക്കും. ഇടിച്ചാല തീർന്നു. 230 നമ്മുടെ സ്പീഡ്, ഓപ്പോസിറ്റിൽ വരുന്ന 100, 300 പൊട്ടിന്റെ വലിയ സത്യല്ലേ? അപ്പൊ ഭയം നമുക്കില്ല. മനസ്സിലായില്ലേ? അപ്പൊ പേഴ്സൺ എ പ്ലസ് പേഴ്സൺ ബി പേഴ്സൺ സി. സിമ്പിൾ. ഇത്രയേ ഉള്ളൂ ഇവിടെ. അപ്പൊ നമ്മൾ ഒരിക്കലും അറിവ് എന്ന് പറഞ്ഞ സാധനം അതിങ്ങനെ കൂടുതൽ കിട്ടുമ്പോ നമ്മൾ അയ്യോ അത്ര എടുത്തു കഴിഞ്ഞാൽ എനിക്കിത് ചെയ്യാൻ പറ്റില്ല എന്ന് പറയരുത്. അത് മണ്ടത്തര. ട്രൈ ടു മാക്സിമൈസ് ഇറ്റ്. അതിന് ചിലപ്പോൾ ഉറക്കം പോവും, പലതും സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. എടുത്തേ പറ്റൂ. അല്ലെങ്കിൽ മല്ലിയെ പറഞ്ഞ മതിയാവും. ഭയങ്കര പ്രശ്നത്തിലാണല്ലോ. ഒരു കാര്യം ചെയ്യ്, നീരാണോ ഒഴിച്ചേ? എന്തിനാ? അടിക്കാന്നേ, ഫിക്സ് ചെയ്യാം നമുക്കൊരു ഡ്രിങ്ക്. അപ്പൊ ഒരു പൈൻ്റ് ഇരുന്ന് തീർത്തു, അല്ലെങ്കിൽ ഒരു ഫുള്ളിരുന്ന് അങ്ങോട്ട് തീർത്തു. എന്താ ഗുണം? കള്ളുടിച്ചാലിപ്പോ നമുക്ക് പ്രശ്നം ഉണ്ടല്ലോ. ആ പ്രശ്നം തന്നെ ഇല്ലാണ്ടാവും, മറന്നു പോവും. അപ്പൊ രണ്ടാമത് കള്ളിന് കിക്കിറങ്ങുമ്പോ വീണ്ടും വരും. അപ്പോ വീണ്ടും അടിക്കാം. അഡിക്റ്റഡ് ആവും, ലൈഫ് കോഞ്ഞാട്ടേ ആവും. അപ്പൊ നമ്മള് എൻജോയ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എൻജോയ്മെന്റിന് വേണ്ടിയിട്ട് നമുക്ക് സാധനം അടിക്കാം, നോ പ്രോബ്ലം. അത് നമ്മൾ ഉഷാറാ. പ്രശ്നം വരുന്ന സമയത്ത് തൊടരുത്. ഞാൻ തൊട്ടിട്ടില്ല കേട്ടാ. തൊട്ടെങ്കിൽ എനിക്ക് ഇതിങ്ങനെ സംസാരിക്കാൻ പറ്റില്ല. പല ആളുകളും ഭാരടിക്കും. ഞാൻ ഇപ്പൊ ചെയ്യാൻ പറ്റിയ മൂടില്ലല്ലോ, ശരിയല്ലേ? നമുക്ക് പണിയുണ്ടേ, മനസ്സിലായില്ലേ? ഈ ക്ലയർ വോയിൻസ്, ക്ലയർ ഓഡിയൻസ്, ക്ലയർ കോഗ്നിസൻസ് കൊണ്ട് പരിപാടി ഉണ്ട്. ഇതൊക്കെ കിട്ടണമെങ്കിൽ ഒരു ദൈവ നിയോഗം വേണം. നമ്മൾ ഭഗവാനോട് എടുക്കണം. ശരിക്കും പറഞ്ഞാൽ അത് വേറെ സ്ട്രീമാണ്. അപ്പൊ ഭഗവാൻ പറഞ്ഞു തരും, അങ്ങനെയല്ല, ഇതിങ്ങനെ ഡൂ ദിസ്, ഇങ്ങനെ പില്ലിരുന്നിട്ട് അടിക്കും. അങ്ങനെയല്ല മണ്ട, അത് ഇങ്ങനെ ചെയ്ത് പറയും. അതാ ഞാൻ പറഞ്ഞ ഔട്ട് ഓഫ് ദ സിലബസ് ആയിരുന്നു കംപ്ലീറ്റ് റിസർച്ച് എന്ന്. ഒന്നും പറയണ്ട ചെങ്ങായി. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, എന്റെ അനുഭവം, ഇൻഫർമേഷൻ മാക്സിമം കളക്ട് ചെയ്യുക. സ്ലോ ഡൗൺ ചെയ്യേണ്ട സ്ഥലത്ത് സ്ലോ ഡൗൺ ചെയ്യുക. സ്ലോ ഡൗൺ ചെയ്യേണ്ട സ്ഥലത്ത് സ്ലോ ഡൗൺ ചെയ്യണം. കാരണം നമ്മളൊരു ലോങ് പോവാണ്, ട്രിപ്പ് പോവാണ്, വണ്ടിയിലാണ് പോകുന്നത്. എല്ലാവരും യൂസ് ചെയ്യുന്നല്ല. സിമ്പിൾ എക്സാമ്പിൾ, ഒരു 5 കിലോമീറ്റേഴ്സ് റോഡ് ഭയങ്കര തല്ലിപ്പൊളിയാ, മോശം റോഡാ. നമ്മളതുവരെ 100 പൂശി വരിക, 150, 170 വെച്ച് ചാമ്പി വരുന്നു. അവിടെ എത്തി. നമ്മളെ കൂടെ കുറച്ച് പേരുണ്ടായിരുന്നു. അവര് അതിൻ്റെ ഉള്ളിൽ കൂടെ കടപടാതെ ചാടിച്ചു പോകുന്നുണ്ട്. നമ്മളവിടെ വളരെ പതുക്കെ ഇറക്കി, വണ്ടി പോലും അറിയാണ്ട് ആ കുഴിയിൽ ഇറക്കി എടുത്ത് പോകുമ്പോ അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും 170, 180 ചവിട്ടി കയറ്റിയ അവന്മാരൊക്കെ നമുക്ക് പിന്നിലാവും. അവന്മാരെ 5 കിലോമീറ്റർ കൊണ്ട് വണ്ടിയുടെ അടി മുഴുവൻ പൊട്ടിച്ചിട്ടുണ്ടാവും. മനസ്സിലായില്ലേ? അപ്പൊ സിമ്പിൾ എക്സാമ്പിളാ. ഈ വണ്ടി റിലേറ്റ് ചെയ്യുന്ന എല്ലാവർക്കും മനസ്സിലാവും. എല്ലാവരും സ്ഥിരം യൂസ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ ഇത്രയും സംഭവമുള്ളൂ. അപ്പൊ സ്ലോ ആയതോ അല്ലെങ്കിൽ നമ്മൾ കുറച്ച് ലേറ്റായി, ഇതൊരു പ്രശ്നേയല്ല. ഇപ്പൊ നമ്മളെവിടെയാണ്? വി ആർ ബാക്ക് ടു നോർമൽ. വീണ്ടും നമ്മൾ അതിനെപ്പറ്റാലുമായി. മനസ്സിലായില്ലേ? ഇത്രയും സംഭവമുള്ളൂ. അല്ലാന്നുണ്ടെങ്കിലേ ഇപ്പൊ ഇവിടെ ഇപ്പൊ ചിലർ പറയും, കഴിഞ്ഞ വീഡിയോയിൽ ഒരു കമന്റ് കണ്ടിരുന്നു, ഒരുത്തൻ 10 പേര് കമന്റ് ചെയ്യുമ്പോൾ ഒരാളിവിടെ കമന്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിന്റെ അടിയിൽ ഒരുത്തൻ P&L കാണിക്കാത്തവനെ വിശ്വസിക്കരുത്. നീ വിശ്വസിക്കണ്ടെന്ന്. എടാ പൊന്നു മോനെ, എനിക്ക് ഈ സാധനം ചെയ്യാൻ പറ്റും. ഞാനിവിടെ അക്കൗണ്ട് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്, ഞാൻ എന്റെ അക്കൗണ്ട് ചെയ്യുന്നുണ്ട്.
ഞാൻ ടിപ്സ് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ചെയ്യുന്ന ആളാ, അല്ലാണ്ട് ഇപ്പൊ നാട്ടുകാരെ അക്കൗണ്ട് ലിങ്ക് ഞാൻ ചെയ്യില്ലല്ലോ. മനസ്സിലായില്ലേ? ഞാൻ ചെയ്യുന്ന ആളാ വിത്ത് 10 സ്റ്റോപ്പ് ലോസിലും 11 സ്റ്റോപ്പ് ലോസിലും. ടാർഗറ്റ്സും ബാക്കിയുള്ള സാധനങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് മാർക്കറ്റിന്റെ കൂടെ പ്രൊഡിക്റ്റ് ചെയ്യാൻ സാധിക്കും. അപ്പൊ എനിക്ക് പണിയറിയുന്ന ആളാ. പിന്നെ നീ എന്ത് തേങ്ങയ്ക്ക് അങ്ങോട്ട് വരുന്നേ? നിന്റെ ആവശ്യത്തിനാ. നീ ഇവിടെ എൻക്വയറി ചോദിച്ചാൽ ഒറ്റ പ്രാവശ്യം നിനക്ക് ആൻസർ കിട്ടുള്ളൂ. പിന്നെ നിന്നെ വിളിച്ചിട്ട് ചേട്ടാ എന്റെ കൂടെ ജോയിൻ ചെയ്, ഞാൻ ആനയാക്കി തരാം പുലിയാക്കി തരാന്ന് പറയില്ലാന്ന്. എന്റെ ആവശ്യം എന്താ? ഇവിടെ ഭാര്യയും ഭർത്താവ് ഇരുന്ന് പോഡ്കാസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്ത് കാര്യത്തിന്? എന്തിനാ കഥ പറയുന്നേ? നാട്ടുകാരെ വിളിച്ചിരുത്തിട്ട് കഥ പറഞ്ഞിട്ട് എന്ത് കഥ? ഇന്നിവിടെ ChatGPT ഉണ്ട്, പെർപ്ലക്സിറ്റി ഉണ്ട്, ഒത്തിരി ആയിട്ടുള്ളുണ്ട്, LLM ഒത്തിരി ഉണ്ട് ഇല്ലേ? നാളത്തെ മാർക്കറ്റ് ഇന്ന ഡേറ്റ് ഇത്ര മണി ടു ഇത്ര മണി വരെയുള്ള ഇന്റർനാഷണൽ ന്യൂസ് എന്താണ്, ഇന്ന ആളുകളുടെ എന്തൊക്കെ അഫയേഴ്സ് നടന്നിട്ടുണ്ട്, ഇന്ന കാര്യങ്ങൾ എന്തൊക്കെ നടന്നിട്ടുണ്ട്, ഏതൊക്കെ കാര്യങ്ങൾ നമ്മൾ ട്രേഡിനെ എഫക്ട് ചെയ്യും. ഒരു പ്രോംപ്റ്റ് ക്രിയേറ്റ് ചെയ്യും. അതും ChatGPT ക്രിയേറ്റ് ചെയ്ത് തരും പ്രോംപ്റ്റും. ആ പ്രോംപ്റ്റ് കൊടുക്കുന്ന അങ്ങോട്ട് അതെടുത്തങ്ങോട്ട് തരും. പിന്നെ നിനക്ക് വേണ്ട ആവശ്യമുണ്ടാ? ഈ PR സുന്ദറിന്റെ മോർണിംഗ് സാധനം കാണണ, അല്ലെങ്കിൽ ഈ പറയുന്ന ആളുകളുടെ വീഡിയോ കാണണ, ഏതെങ്കിലും കുളാണ്ടർമാരെ എന്തെങ്കിലും നിനക്ക് അറിയേണ്ട ആവശ്യമുണ്ടാ? നീ ന്യൂസ് കേൾക്കണ്ട, നീ ഒരു സാധനം കേൾക്കണ്ട, അത് ഫെച്ച് ചെയ്ത് ഇങ്ങോട്ട് തരും. ആ കാലത്താ നീ ജീവിക്കണേ, അത്രയും അഡ്വാൻസ്ഡ്. ഇവിടെ വേണ്ട സാധനം നമ്പേഴ്സ്, സ്റ്റോപ്പ് ലോസ്, ടാർഗറ്റ്, ഡയറക്ഷൻ ഓഫ് ദ മാർക്കറ്റ്, വാട്ട്സ് റൈറ്റ് നൗ ഗോയിങ് ടു ഹാപ്പൻ ഇൻ ദ മാർക്കറ്റ് ആൻഡ് ലൈവ്. ഇത് പറയാൻ അണ്ടിക്കുറപ്പുള്ളതുണ്ടെങ്കിൽ വന്നിരിക്കും, ഞാൻ സമ്മതിക്കുക. അല്ലാണ്ട് ഇവിടെ AC റൂമിലിയുടെ കഥ പറയാൻ, സ്റ്റോറി ടെല്ലിങ്, അതിവിടെ സിനിമാക്കാർ ചെയ്യും. ദേ ആർ എന്റർടൈനേഴ്സ്. മോഹൻലാല്, മമ്മൂട്ടി കോമഡി കാണിക്കൂലേ? നമ്മൾ കാണും, ഓക്കെ റൈറ്റ്, വല്ല കാര്യമുണ്ട്, നമുക്ക് എന്തെങ്കിലും മെച്ചമുണ്ട്? ഈ കഥ കേട്ടിട്ട് നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇനി ഷിജുമോനുണ്ട്, ഷിജുമോൻ ആന്റണി പുലിയ, ടെലഗ്രാം എടുക്കുക, മാർക്കറ്റ് മോളി പോവും, സ്ഥിരം കാണാനേ മോളി. എന്റെ വിശ്വാസം പൊട്ടും. അങ്ങാനം പൊട്ടിയില്ലെങ്കിൽ നീ തീർന്നു. അവന് കുഴപ്പമില്ല, അതിന്റെ ക്യാപിറ്റൽ സാധനം കണക്കൂട്ടി വെച്ചിട്ടുള്ളതാ. ഞാൻ 3 ലക്ഷം ട്രേഡ് കളയും, അതെന്റെ ഞാൻ കളയാൻ തയ്യാറാത്തോട്ടെ പുള്ളി ഇരിക്കണേ. അത് പോയി അത്ര തന്നെ എനിക്ക് പറ്റുമോ? അപ്പൊ ഷിജുമോൻ കാശുണ്ടാക്കും. അവസാനം വന്ന് പറയും, ഞാൻ ഓക്കെ, കുഴപ്പമില്ല, ഐ മേഡ് ദിസ് മച്ച്, ഓക്കെ ഫൈൻ. കൂടെ വന്നോനെ കപ്പൽ കയറി. അപ്പൊ നീ പോയിട്ട് അവിടെ ബെസ്റ്റ് വല്ല കാര്യണ്ടാ? അനക്ക് പോയി അറ്റ്ലീസ്റ്റ് കോമൺ സെൻസ് യൂസ് ചെയ്യ്. ഇത്രയും എക്സ്പീരിയൻസ് എനിക്കുണ്ട്. ഇത്രയും ഗംഭീരമായിട്ട് ചെയ്തിരുന്ന ഞാൻ കഴിഞ്ഞ 1 വർഷം ഒന്നും ഇല്ലാണ്ടായി. ഈ മാർക്കറ്റ് എന്താ കാണിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവാണ്ട് ഞാൻ പൊട്ടന്റെ മാതിരി നോക്കിയിരിക്കേണ്ട അവസ്ഥയായി. അപ്പൊ അതിന്റെ സൈസ് അതിന്റെ മനസ്സിലാക്കിയാൽ മതി, അതിന്റെ ബുദ്ധിമുട്ട് എത്ര ഉണ്ടെന്നുള്ളത്. ആ സ്ഥലത്താണ് ഇന്നലെ പഠിച്ച് ഇന്നലെ ചെയ്യാമെന്ന് നീ വലിയ വർത്താനം പറയണത്. ഒന്നിനും അതൊരു കുന്തവും ചെയ്യില്ല. എഴുതി ഒപ്പിട്ടറിയാൻ വല്ലപ്പോഴും കാച്ചിട്ടും. കൺസിസ്റ്റൻസി മാറ്റേഴ്സ്. പണി കുറച്ച് അധികം ഉണ്ട് പോയി. 1 മണിക്ക് 2 മണിക്ക് ഉറങ്ങണ അവസ്ഥകളുണ്ട്. പണിയെടുക്കണം. അല്ലാണ്ട് എൻ്റെ 4 വാരം കൊണ്ടൊന്നും അവിടെ പണിയെടുക്കില്ല. ആ കാലൊക്കെ പോയി. ഓട്ടോമേറ്റഡ് ട്രേഡിങ്ങും ബാക്കിയുള്ള സംഗതികളും ഇതൊക്കെയാണ് ഇപ്പൊ നടക്കണേ. ആൽഗോ ട്രേഡ്സ്, മറ്റേത് മറിച്ചത്, തേങ്ങ വാങ്ങുക. എന്തിനാ? ഡിസ്ക്രിഷണറി ട്രേഡിംഗ് ഇസ് ഇംപോസിബിൾ. സൈക്കോളജി മാനേജ് ചെയ്യാൻ പറ്റില്ല, മൈൻഡ് സെറ്റ് മാനേജ് ചെയ്യാൻ പറ്റില്ല. ഇറ്റ് ഇസ് വെരി ഡിഫിക്കൽട്ട് ടു ഡു ദാറ്റ്. ഞങ്ങൾ ഈ സാധനം ചെയ്യുന്ന ഡിസ്ക്രിഷണറിയാ, ഒരു കുന്തല്ല, ഡിസ്ക്രിഷണറി. അപ്പൊ ഹൈ ഫ്രീക്വൻസി ട്രേഡിംഗ്, HFT, തേങ്ങ വാങ്ങാൻ, മറ്റേ മറിച്ച് ഒക്കെ ഉണ്ടെന്നേ. വി ആർ ഫോളോയിങ് ദോസ് പീപ്പിൾ. വി ആർ ഫോളോയിങ് ബിഗ് ഹൗസസ്. അപ്പൊ ചിലർ പറയും ഈ വലിയ ബാങ്ക്സും ഇൻസ്റ്റിറ്റ്യൂഷൻസും അവര് വെറും റീറ്റെയിലേഴ്സിന്റെ സ്റ്റോപ്പ് ലോസ് കണ്ടയും SMC അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ് കുറെ സാധനങ്ങളൊക്കെ ആയിട്ട് വരും. 4 വരെയൊക്കെ വരച്ച് ഭ്രാന്താണ്. ആകെ അവിടെ വരച്ച് ഇവിടെ വരച്ച് അങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ. ആക്കറിയില്ല. 1:1 risk reward. God knows what's next.
ഇതൊക്കെ വലിയ പാടാണ്. അറിയില്ലെങ്കിൽ ദയവ് ഇത് ചെയ്യണ്ട കേട്ടോ. ഇത് പൈസ പോകും. വ്യക്തമായ ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് പിന്നാലെ പൊക്കോ. ഇതിന്റെ പിന്നാലെ പോകാൻ നിൽക്കണ്ട. ഇത് പണ്ടേ ആൾ പറഞ്ഞിട്ടുണ്ട്, ഇറ്റ് ഈസ് എ വെരി ഡിഫിക്കൽട്ട് ബിസിനസ്, നോട്ട് ഫോർ എന്താ പറയുക സോഫ്റ്റ് ഹാർട്ടഡ് പീപ്പിൾ. ഇതിന് നല്ല ധൈര്യം വേണം, നല്ല ധൈര്യം വേണം. മനസ്സിലായില്ലേ? ഒന്നുമില്ലെങ്കിൽ നീ ഉണ്ടാക്കും, അല്ല നീ കുത്തുവാളാവും. ഇതിനുള്ളൊരു മാനസികമായിട്ട് പ്രിപ്പയർ ആണെങ്കിൽ നീ ആവും. ചില ആളുകളൊക്കെ ജോലിക്ക് രാജിവെച്ചിട്ട് ഞാൻ ട്രേഡ് ചെയ്യാൻ പോവാണ്, ഞാൻ ഭയങ്കര ട്രേഡറായി, അങ്ങനെ ഇങ്ങനെ. നമുക്കറിയില്ല, കുത്തുവാളാവും, ഒരു സംശയം വേണ്ട. എൻ്റെ അനുഭവം കേട്ടാ, കഴിഞ്ഞ കൊല്ലത്തെ അനുഭവത്തിൽ ഞാൻ പറയുന്നത്. ഞാൻ അപ്പോഴാണ് ശരിക്കും ഈ പുതിയ ആളുകളുടെ അവസ്ഥയൊക്കെ ആലോചിച്ച് ബബ്ബാരുത് എന്തുണ്ട് കാണിക്കണേ, ഇതൊക്കെ നടക്കുമോ എന്നുള്ളത്. ആ സിറ്റുവേഷനോടെ ഞാൻ പോയേ. കുറെ കാലമായിട്ട് ഞാനത് അതിൽ നിന്നൊക്കെ വിട്ടു, നമ്മള് അതിൽ നിന്നൊക്കെ മാറി പടച്ചു പോണ്. പിന്നെയാണ് ഈ സാധാരണ ഒരുത്തിന്റെ അവസ്ഥയിലേക്ക് ഞാൻ ചെന്ന് വീഴണത്. ആ വീഴ്ചകളിൽ ഞാൻ മനസ്സിലാക്കണം, അയ്യോ ഇത്ര പടിയത്, അയ്യോ പെട്ടല്ലോ. ആ വെളിച്ചത്തിൽ പറഞ്ഞതാ ഇത് വലിയ പാടവനെ, ഇത് എളുപ്പല്ല. ഇപ്പൊ കഴിഞ്ഞ ദിവസം സെബിയുടെ മറ്റേ ഒരു ഫേക്ക് ഓർഡർ ഉണ്ടായിരുന്നില്ലേ, സെബിയുടെ പേരും പറഞ്ഞിട്ട് മറ്റേ ഓപ്ഷൻസ് നിരോധിക്കാന്നും പറഞ്ഞിട്ട് സ്റ്റോപ്പ് ചെയ്യുക, ബാങ്ക് അല്ല നമ്മളെ സെബി സ്റ്റോപ്പ് ചെയ്യാന്നും പറഞ്ഞിട്ട് ഓപ്ഷൻ ട്രേഡിങ് നിഫ്റ്റിയിൽ. അപ്പോൾ ഒരുത്തം വിളിച്ചിട്ട് നമ്മളടുത്ത് ചോദിച്ചിരുന്നു എന്നിട്ടാണ് അവന് അക്കൗണ്ട് ഹാൻഡ്ലിങ് വേണമെന്ന്, എത്ര റുപ്യ വേണം എന്തെന്നുള്ളത്. ഇപ്പം വിളിച്ച അക്കൗണ്ട് ഹാൻഡ്ലിങ് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാനാ. ഞാൻ പറഞ്ഞു നീ ജോയിൻ ചെയ്ത കുഴപ്പമില്ല, നമുക്കറിയാലോ ഇത് നിർത്താൻ പോകില്ല എന്നുള്ളത്. ആ വിളിച്ചത് നമ്മളെ അക്കൗണ്ട് ഹാൻഡ്ലിങ് ഒന്നല്ല, നമ്മൾ പൊട്ടിയോ ഇല്ലയോ എന്ന് അറിയാറുണ്ട്. എപ്പോഴൊക്കെയാണ് പോലെ നീ ഊതണത്. നീ ഊതരുതിട്ട് ഒരാളും കൂടെ ഊതി വരണ്ട. ഈ ഊത്തൊക്കെ നമ്മൾ കുറെ കഴിഞ്ഞതാ, ആ കാലൊക്കെ പോയി. മനസ്സിലായില്ലേ? നിങ്ങൾ വാരി വെക്കുമ്പോൾ നമുക്ക് അറിയാതെ എവിടേക്കാന്നുള്ളത്. അതുകൊണ്ട് ആ സംഗതിയായിരുന്നു വരണ്ട. കുറേ ആളുകൾ കാണുന്നതാ, കുറേ അഭ്യാസങ്ങൾ കാണുന്നതാ. മോറോവർ മാർക്കറ്റായിട്ട് നമ്മൾ സംസാരിക്കുന്നതാ. അപ്പോൾ ആ നോട്ടത്തിൽ മനസ്സിലാവും നമുക്ക് എന്താന്നുള്ളത്, സൗണ്ടിന്റെ മോഡുലേഷൻസിൽ മനസ്സിലാവും നമുക്ക് എന്താ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. കാരണം അതാണ് നമ്മുടെ തൊഴിൽ തന്നെ. മനസ്സിലായില്ലേ? അപ്പോൾ അത് കയ്യിൽ വെച്ചാൽ മതി. അപ്പോൾ നമ്മൾ പൊളിഞ്ഞു, ഇപ്പോൾ പൊട്ടും എന്നൊക്കെ ഉദ്ദേശിച്ചിരുന്ന ആളുകള് പെട്ടടാ, നീ പെട്ടു. എന്തായാലും ഞാൻ പൊട്ടിയില്ല, ഐ എം ബാക്ക് ടു നോർമൽ. ഇനിയും ഈ പണിയൊക്കെ തന്ന വിദ്വാന്മാർക്ക് ഇനിയും സമയമുണ്ട് അടുത്ത പണിയേറ്റ് വരാൻ. കമാൻ, നീ എടുത്തിട്ട് വാ, ഞാൻ ഫേസ് ചെയ്യാൻ തയ്യാറാണ്. ഇനി ഈ എല്ലാം എൻ്റെ വാപ്പ് വിചാരിച്ച് നടക്കില്ല. പിന്നെയാ പോളച്ചക്കാന്ന്. അപ്പൊ ശരി, ബൈ ബൈ.